ഹലോ ഹലോ, ഇവിടെ ആരുല്ലേ? പന പോലെ ഇവിടെ ഒരാളിരുന്നിട്ട് ഇവിടെ ആരുല്ലേന്നാ? നിന്റെ കണ്ണെന്താ പൊട്ടക്കണ്ണാണോടാ? അത് ശരി, ഇതിന് കണ്ണും ചെവിയൊക്കെ കേൾക്കോ? എന്താടാ നിനക്ക് നാവില്ലേ? അല്ല, ഞാൻ അമ്മാമ്മനെ കണ്ടില്ല, അതാ. അമ്മാമേന്നാ? എന്റെ വായൊന്നും കേക്കണ്ട, നീ വന്ന കാര്യം പറയടാ. അമ്മാമ്മ ഞാൻ ദേവൻ പിന്നെ അമ്മാമേന്ന്. അയ്യോ സോറി ചേച്ചി. ആ അങ്ങനെ പറ, ഇനി നീ വന്ന കാര്യം പറ. ഞാൻ കണക്കെടുക്കാൻ വന്നാണ് ചേച്ചി. ആർക്ക് കണക്കെടുക്കാൻ വന്നേ? നിന്നെ കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല, അതാ. നീ ഇന്നല്ല, അടുത്ത കാലത്ത് കുളിച്ചിട്ടില്ല. അത് നിന്റെ നാറ്റം വന്നപ്പോ മനസ്സിലായി. തള്ളാള് കൊള്ളാലേ. അല്ലേ ചേച്ചി, ഇവിടെ ആരൊക്കെ ഉണ്ട്? അത് ശരി, നീ ഇവിടെ ആരുമില്ലാത്ത നേരം നോക്കി കക്കാൻ വരാനാണല്ലേ? ഏയ്, ഞാൻ കണക്കെടുക്കാൻ വന്നതാ. നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മോനൊരു മിലിറ്ററി ആണ് ട്ടാ. അതിനെന്ത്? അവർ റിട്ടയർഡ് ആയപ്പോഴേ പട്ടാളക്കാര് അവൻ്റെ നിന്ന് തോക്ക് മേടിച്ചേക്കാൻ മറന്ന്. അതവിടെ ഇരിക്കണുണ്ട്. വെട്ടി കൊണ്ട് ചാവണ്ടെങ്കിൽ നീ വേഗം പൊക്കോ. എല്ലാം മാമേ. ദേ വീണ്ടും മാമേന്ന്. നിന്നെ ഞാനിന്ന് കൊല്ലും. ദാസപ്പാ, നീ ആ തോക്കുണ്ടെടുത്തേടാ. ദൈവമേ, ഈ തള്ളക്ക് മോനും പ്രാന്താണല്ലേ. രക്ഷപ്പെടാം. അമ്മ എന്നെ വിളിച്ച? ആ, അതൊരു പട്ടി വന്നിട്ടുണ്ടായിരുന്നു, അതിനോടിക്കാനാ. പട്ടിയ? ആരാ ഓടിപ്പോയത്? ആ, അത് തന്നെ, അവൻ ഓടിപ്പിക്കാൻ വിളിച്ചതാ. നിന്നെ അവൻ കാണാഞ്ഞത് നന്നായി. അതെന്തമ്മേ? അല്ല, നീ വലിയ പട്ടാളക്കാരനാണ്, നിന്റെ വലിയ തോക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ ഞാൻ ഓടിപ്പിച്ചത്. അപ്പൊ ഞാൻ പട്ടാളക്കാരനല്ലേ? തോക്ക് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. തോക്ക് എന്റെ വായേന്നൊന്നും കേക്കണ്ട. തോക്ക് പോയിട്ട് ഒരു ഉണ്ടെങ്കിലും നീ കണ്ടിട്ടുണ്ടാ? പിന്നെ 1947 ഇന്ത്യ പാക് യുദ്ധം, അന്ന് ഞാൻ 1947 നിന്റെ അപ്പൻ അന്നെ കെട്ടിയിട്ടില്ല. അവന്റെ ഒരു ഇന്ത്യ പാക് യുദ്ധം. അതല്ലമ്മേ. പോയി ചോറിന് കറി ഉണ്ടാക്കട. ഏതോ പട്ടാളക്കാരന്റെ വീട്ടിൽ അടുക്കളപ്പണിയായിരുന്നു, എന്നിട്ടവൻ പട്ടാളത്തിലായിരുന്നു.